അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് തോരനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായി ഇത് അമ്മ തണ്ട് നന്നായിട്ട് അപ്പോൾ തണ്ടിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ചേമ്പിൻ്റെ തണ്ട് വെച്ച് ഓലനാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ അമ്മയുടെ ഫ്രണ്ടാണ് പറഞ്ഞത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം ഇതാ ഒരു വീഡിയോ എടുത്തിടാമെന്ന് കരുതി. അപ്പോൾ തൊലി കളയുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചക്കളർ പോകുന്ന രീതിയിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അതിനായി ഞാനിത് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ആവശ്യത്തിന് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാനിത് ഇതിലേക്ക് 2 തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കറിവേപ്പില ചെറുതായി വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തോരന് കട്ടി വെച്ചുള്ള ചേമ്പിൻ അതിനുശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊരു മൂടി വെച്ച് നന്നായിട്ട് അടച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മൊത്തമായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വേവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാൻ വിട്ടുപോകരുതേ.